കമ്പനി കെട്ടിപ്പടുക്കുക, അതിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം കൊണ്ടുവരിക, 100-ലധികം ആളുകൾക്ക് ജോലി നൽകുക, കൂടാതെ ഫോർബിഡൻസിന്റെ 30 അണ്ടർ ഏഷ്യ ലിസ്റ്റിൽ വരെ ഇടം നേടുക. ഒരു യുവ സംരംഭകനെ സംബന്ധിച്ച് ഇതിലും വലിയ എന്ത് യോഗ്യതയാണ് വേണ്ടത്? എന്നാൽ ഇത്രയൊക്കെ യോഗ്യതയുണ്ടായിട്ടും US-ലേക്ക് ഒരു സാധാരണ വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിച്ച ഇന്ത്യൻ ഫൗണ്ടറായ സ്വപ്നിൽ ശ്രീവാസ്തവിന് ലഭിച്ചത് വിസ റിജക്ഷൻ ആണ്. US വിസ നിഷേധിക്കാൻ US കോൺസുലേറ്റ് പറഞ്ഞ കാരണം കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. നിങ്ങൾക്ക് സ്വന്തം രാജ്യവുമായി വേണ്ടത്ര ബന്ധമില്ല. സ്വപ്നിൽ ശ്രീവാസ്തവിന് വിസ നിഷേധിച്ചത് സെക്ഷൻ 214B ഉപയോഗിച്ചാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കഥയെന്നും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US വിസ നിയമങ്ങൾ എത്രത്തോളം ശക്തമാക്കുന്നത് എന്തുകൊണ്ടാണെന്നും എന്താണ് സെക്ഷൻ 214B എന്നും നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരാണ് സ്വപ്നിൽ ശ്രീവാസ്തവ് എന്നും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പശ്ചാത്തലം എന്താണെന്നും ആദ്യമേ ഒന്ന് നോക്കാം. നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിഡ്ബി എന്ന പ്രശസ്തമായ സസ്റ്റൈനബിൾ കിഡ്സ് വെയർ ബ്രാൻഡിന്റെ ഫൗണ്ടറാണ് സ്വപ്നിൽ ശ്രീവാസ്തവ്. 2021 അദ്ദേഹം ഈ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഈ ബ്രാൻഡ് എത്തിച്ചേർന്നു. പ്രമുഖ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും സീരീസ് A ഫണ്ടിലൂടെ 30 കോടിയിലധികം രൂപയാണ് ഈ കമ്പനി സമാഹരിച്ചത്. കമ്പനിയുടെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം വർഷത്തിൽ $12 മില്യൺ വാർഷിക വരുമാനം ഉണ്ട്. ബിസിനസ് രംഗത്ത് മികച്ച നേട്ടങ്ങൾ മുൻനിർത്തി ഫോർബ്സിന്റെ 30 അണ്ടർ ഏഷ്യ പട്ടികയിലും സ്വപ്നിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിസ നിഷേധിക്കപ്പെട്ട ഉടൻ തന്നെ സ്വപ്നിൽ തന്റെ എക്സിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു. എന്താണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് എനിക്ക് US വിസ നിഷേധിക്കപ്പെട്ടു. കാരണം സ്വന്തം രാജ്യവുമായി വേണ്ടത്ര ബന്ധമില്ല. ഞാൻ 0-ൽ നിന്നും തുടങ്ങി ഒരു സീരീസ് A കമ്പനി കെട്ടിപ്പടുത്തു. 100-ലധികം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നു. പ്രമുഖ VC-മാരുടെയും നിക്ഷേപകരുടെയും പിന്തുണയുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ബ്രാൻഡിലൂടെ സേവനം നൽകുന്നു. പക്ഷേ ഇതൊന്നും എൻ്റെ രാജ്യവുമായുള്ള ശക്തമായ ബന്ധമായി കാണിക്കാൻ കഴിയില്ലത്രേ. എന്തായാലും ഒരു ഫൗണ്ടർ എന്ന നിലയിൽ നിരസിക്കപ്പെടലുകൾ എനിക്ക് പുതിയതല്ല. ഞാൻ പിന്നീട് വീണ്ടും ശ്രമിക്കും. തനിക്ക് തൊട്ടു മുമ്പ് ഇന്റർവ്യൂവിന് കയറിയ യൂറോപ്പും ജപ്പാനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച മികച്ച ട്രാവൽ ഹിസ്റ്ററി ഉള്ള മറ്റൊരു കുടുംബത്തിന്റെ വിസ നിഷേധിച്ചതും ഇതേ കാരണങ്ങൾ കാണിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായി തനിക്ക് ശക്തമായ ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ സ്വപ്നിൽ എന്തൊക്കെ രേഖകളാണ് സമർപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ തനിക്ക് ശക്തമായ വേരുകളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ എല്ലാ രേഖകളും അദ്ദേഹം കോൺസുലേറ്റിൽ ഹാജരാക്കിയിരുന്നു. തന്റെ കുടുംബം, ഇന്ത്യയിലുള്ള തന്റെ സ്വത്തുക്കൾ, നിലവിൽ സജീവമായി നടക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ ശമ്പള ഉത്തരവാദിത്തങ്ങൾ, കൃത്യമായി അടയ്ക്കുന്ന നികുതി വിവരങ്ങൾ, കൂടാതെ വ്യക്തിപരവും സാംസ്കാരികപരവുമായ ആഴത്തിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചെങ്കിലും വിസ ഓഫീസറെ തൃപ്തിപ്പെടുത്താൻ ഇതിനൊന്നും കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് US വിസ നിയമത്തിലെ സെക്ഷൻ 214B എന്ന് നോക്കാം. ഈ സെക്ഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സ്വപ്നിൽ ശ്രീവാസ്തവിന്റെ വിസ നിഷേധിക്കപ്പെട്ടത് സെക്ഷൻ 214B ഓഫ് ദ US ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരമാണ്. ഈ നിയമം വളരെ കൗതുകകരവും അത്രമേൽ കർശനവുമാണ്. ഈ നിയമപ്രകാരം അമേരിക്കൻ കോൺസുലേറ്റിൽ വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയും ഭാവിയിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്ന മുൻവിധിയോടെയാണ് വിസ ഓഫീസർമാർ സമീപിക്കുക. താൻ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കില്ലെന്നും സന്ദർശനത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങി വരുമെന്നും തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം അപേക്ഷകനാണ്. അതിനായി കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ, സുസ്ഥിരമായ ബിസിനസ് അല്ലെങ്കിൽ ജോലി, സാമ്പത്തിക ബാധ്യതകൾ എന്നിവ കൃത്യമായി ബോധ്യപ്പെടുത്തണം. വിസ ഓഫീസർക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ പോലും വിസ നിരസിക്കാൻ ഈ വകുപ്പ് അധികാരം നൽകുന്നു. ഇനി വിസയ്ക്കായി ഇന്ത്യൻ അപേക്ഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നും US വിസയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിസ ഇന്റർവ്യൂകൾ വളരെ വേഗത്തിലും കടുത്ത സൂക്ഷ്മ പരിശോധനയിലൂടെയുമാണ് കടന്നു പോകുന്നത്. ബിസിനസ് വിജയത്തിനപ്പുറം അപേക്ഷകൻ തിരികെ നാട്ടിലേക്ക് വരുമെന്ന് ഉറപ്പിക്കുന്ന വ്യക്തമായ കാരണങ്ങളാണ് ഓഫീസർമാർ തിരയുന്നത്. ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾ, അചഞ്ചലമായ സ്വത്തുക്കൾ, സന്ദർശനത്തിന്റെ കൃത്യമായ ലക്ഷ്യം. ഉദാഹരണത്തിന്
ഏതെങ്കിലും കോൺഫറൻസുകളോ മീറ്റിംഗുകളിലോ പങ്കെടുക്കാനാണെങ്കിൽ അത്, സാമ്പത്തിക രേഖകളുടെ വ്യക്തത എന്നിവയെല്ലാം വളരെ കർശനമായി പരിശോധിക്കപ്പെടുന്നു. സ്വപ്നലിന്റെ അനുഭവം ഒറ്റപ്പെട്ടതല്ല. സമീപകാലത്തായി നിരവധി ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാർക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഇതേ നിയമപ്രകാരം വിസ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ വിസ സമ്പ്രദായം ഇപ്പോൾ കൂടുതൽ കർശനമാകാൻ കാരണം എന്താണെന്ന സംശയമാണ് പലർക്കും ഉള്ളത്. അതെന്താണെന്ന് നോക്കാം. മൊത്തത്തിൽ US വിസ സമ്പ്രദായം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയാണ്. 2025 അവസാനത്തോടെ H1B വിസ, H4 വിസ അപേക്ഷകർക്കായി സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് US സർക്കാർ വിപുലീകരിച്ചിരുന്നു. അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ച് അമേരിക്കയോട് വിദ്വേഷം പുലർത്തുന്ന രീതിയിലുള്ള ഓൺലൈൻ ഇടപെടലുകളോ മറ്റ് റെഡ് ഫ്ലാഗുകളോ ഉണ്ടോ എന്ന് വിസ ഓഫീസർമാർ വിലയിരുത്തുന്നുണ്ട്. ടൂറിസ്റ്റ് വിസകൾക്ക് ഇത് ഔദ്യോഗികമായി പൂർണ്ണമായി ബാധകമല്ലെങ്കിലും വിസ അനുവദിക്കുന്നതിലെ പൊതുവായ അന്തരീക്ഷം കൂടുതൽ ജാഗ്രതയുള്ളതും നിയന്ത്രണങ്ങൾ നിറഞ്ഞതുമായി മാറിയിട്ടുണ്ടെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇന്ത്യയിലെ കോൺസുലേറ്റുകളിൽ വലിയ തിരക്കും അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ നീണ്ട കാത്തിരിപ്പും നിലനിൽക്കുന്നുണ്ട്. വിസ ഇന്റർവ്യൂവിന് തീയതി ലഭിക്കാനുള്ള നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയൊരു പൈലറ്റ് പ്രോജക്ട് ആരംഭിക്കുകയാണ്. ഇതിലൂടെ വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് സാധാരണ വിസ ഫീസായ $185 പുറമെ അധികമായി ഒരു $750 നൽകി ഫാസ്റ്റ് ട്രാക്ക് ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ സ്വന്തമാക്കാം. ഈ തുക നൽകിയാൽ തിരഞ്ഞെടുക്കുന്ന കോൺസുലേറ്റുകളിൽ 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ തീയതി ലഭിക്കും. എന്നാൽ ഇത് വിസ ലഭിക്കാനുള്ള ഗ്യാരണ്ടി അല്ല, ഇന്റർവ്യൂ വേഗത്തിലാക്കാനുള്ള ഒരു വഴി മാത്രമാണ്. എല്ലാ കോൺസുലേറ്റുകളിലും തുടക്കത്തിൽ ഈ സൗകര്യം ലഭ്യമാകില്ല. ചുരുക്കത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സോ വലിയ പ്രശസ്തിയോ ഉണ്ടെങ്കിലും US വിസയുടെ കാര്യത്തിൽ അതൊന്നും മാനദണ്ഡങ്ങളല്ല എന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിസ ഓഫീസറുടെ മുന്നിലിരിക്കുന്ന ആ കുറഞ്ഞ മിനിറ്റുകളിൽ നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശവും തിരികെ നാട്ടിലേക്ക് വരാനുള്ള വ്യക്തമായ സാഹചര്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആർക്കും വിസ നിഷേധിക്കപ്പെടാം.